ബുഷേറാണ് ഇപ്പോൾ ഇറാന്റെ തുറുപ്പ് ചീട്ട്. അതിനെ തൊട്ടാൽ ഇന്ത്യക്ക് വരെ പ്രശ്നമുണ്ടാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ അതിനെ തൊടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഇറാനെ ഇത്ര പെട്ടെന്ന് ആക്രമിച്ചത് എന്നുള്ളതാണ്. അതായത് ബുഷേറിനെ ഇസ്രായേൽ തൊട്ടാൽ ലോക മൂന്നാം മഹായുദ്ധത്തിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്താണ് ഈ ബുഷേറിന്റെ ഇത്ര പ്രത്യേകത? ശരിക്കും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ആദ്യം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ അത് നഥാൻസിന് നേരെയാണ് ആക്രമണം നടത്തിയത്. കാരണം നഥാൻസ് ആണ് പ്രധാനപ്പെട്ട ആണവ ഗവേഷണ കേന്ദ്രം എന്നാണ് കരുതിയത്. പിന്നീട് അവർ ഇസ്ഫഹാനിലേക്ക് ആക്രമണം നടത്തുന്നു. അതിനുശേഷം പറഞ്ഞു ഫോർദോയാണ് പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രം, ഫോർദോയിലേക്ക് ആക്രമണം നടത്തുന്നു. ഈ ആക്രമണങ്ങളെല്ലാം നടന്നതിന് ശേഷം പെട്ടെന്ന് അമേരിക്ക യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേലിന് വേണ്ടി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച് അവിടെ ആക്രമണം നടത്തിയായിരുന്നു. ഈ ആക്രമണത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞങ്ങൾ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഇസ്രായേലിനെ സംബന്ധിച്ചോ അമേരിക്കയെ സംബന്ധിച്ചും ചരിത്ര നിമിഷമാണ്, വലിയ വിജയമാണെന്നൊക്കെ പറയുന്നു. പക്ഷേ അപ്പോഴും തന്നെ പറയുന്ന പോലെ ഈ ബുഷേർ ആണവ കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകിൽ മനഃപൂർവ്വം ഒളിച്ചു വെച്ചു, അല്ലെങ്കിൽ വലിയ ചർച്ചയാകരുതെന്ന് പറയുന്നു. ബുഷേർ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ വാർത്ത പറയുന്നു. എന്നാൽ ഇസ്രായേൽ ബുഷേറിന് നേരെ അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല. അതായത് ഇറാന്റെ ഗൾഫ് തീരത്തുള്ള ആണവ കേന്ദ്രമാണ് ഈ ബുഷേർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇറാന്റെ തന്നെ ആണവ കേന്ദ്രം. അതെ, ഇറാന്റെ ആണവ കേന്ദ്രം. അതായത് ഇറാനിലാണ്, അത് ഈ ഗൾഫ് തീരത്തോട് ചേർന്ന് കിടക്കുന്നു. എന്ന് വെച്ചാൽ തൊട്ടടുത്ത് കടലിനൊക്കെ അപ്പുറത്തേക്ക് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളാണ്. ഇപ്പം ശരിക്കും പറയാം, ബഹ്റൈനുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 25 കിലോമീറ്റർ വ്യോമ ദൂരമേ മാത്രമേ ഉള്ളൂ ഈ ബഷീറും അതുപോലെ തന്നെ ഈ ബഹ്റൈൻ തമ്മിൽ. തൊട്ടടുത്ത് കുവൈറ്റ് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളോട് ചേർന്ന് ഇറാൻ സമീപത്തുള്ള ഇറാന്റെ ഒരു ആണവ കേന്ദ്രമാണ്. അപ്പോൾ ഈ ആണവ റിയാക്ടറുകളൊക്കെ പ്രവർത്തിക്കണമല്ലോ, സ്വാഭാവികമായിട്ടും അതിന് ഇന്ധനം വേണം. ആ ഇന്ധനം നൽകുന്നത് റഷ്യയാണ്. അതായത് ഇറാനും റഷ്യയുമായി കാലങ്ങളായിട്ടുള്ള വ്യാപാര വാണിജ്യ സഹകരണത്തിൻ്റെയൊക്കെ ഭാഗമായി ഈ ആണവ കേന്ദ്രം പ്രവർത്തിപ്പിക്കുന്നത് റഷ്യയാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇറാനിൻ്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയവും മറ്റും അമേരിക്ക ആക്രമിച്ചിട്ടും അവിടെ സേഫായിട്ടും മാറ്റി എന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ബുഷേറാണ്. കാരണം ഈ ബുഷേറിന് നേരെ ഒരു കാരണവശാലും ആക്രമണം നടത്താൻ അമേരിക്ക തയ്യാറാകില്ല. അമേരിക്ക തയ്യാറാകാത്തത് അല്ലെങ്കിൽ ഇസ്രായേൽ തയ്യാറാകാത്തതിൻ്റെ കാരണം റഷ്യയാണ് ഇതിനുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നത്, റഷ്യയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അയത്തുള്ള അലി ഖമനിയുടെ ഇറാനെ പൂർണ്ണമായിട്ടും തീർക്കുക അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനോട് പറയുന്നത്, ഞങ്ങൾക്ക് ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ബങ്കർ ബസ്റ്റർ ബോംബറുകൾ വേണം, അങ്ങനെയുള്ള ബോംബറുകൾ വഹിക്കാൻ കഴിയുന്ന B-2 സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഹെൽപ്പ് വേണം. അന്ന് അമേരിക്ക പറഞ്ഞത്, ഞങ്ങൾ ഇത് ഈ പറഞ്ഞ ഡീഗോ ഗാഷോ ദ്വീപിലേക്ക് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ എത്തിയിട്ടുണ്ട്, 6 യുദ്ധവിമാനങ്ങളാണ് എത്തിയതെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇതല്ല പസഫിക് മേഖലയിലെ മറ്റൊരു തീരത്തേക്ക് എത്തിയെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ആക്രമണം നടത്തിയതും 6 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളാണെന്ന് പറയുന്നു. ഈ ബോംബർ വിമാനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഒരു ആക്രമണം നടത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്താം. അങ്ങനെ ആക്രമണം ബുഷേറിന് നേരെ നടന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം തൊട്ടടുത്ത് അറേബ്യൻ രാജ്യങ്ങളുണ്ട്. ഈ അറേബ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് കുടിവെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അവരെങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കുന്നത് അറിയോ? കടൽ വെള്ളം വറ്റിച്ച് ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ ബുഷേറിന് നേരെ ഇസ്രായേൽ ഒരു കനത്ത ആക്രമണം നടത്തിയാൽ എന്തെങ്കിലും തരത്തിലുള്ള ആണവ ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബുഷേറിന് നേരെ ഒരു ആക്രമണം നടത്തിയാൽ അത് GCC രാജ്യങ്ങൾക്ക് പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകുന്ന തരത്തിൽ ഉയർന്ന അളവിലുള്ള റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു വ്യാപനമൊക്കെ ഉണ്ടാകും. ഇത് ആ രാജ്യത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിവെള്ളം പോലും ഇല്ലാത്ത ഗൾഫ് രാജ്യങ്ങൾ ഉപ്പുവെള്ളം വറ്റിച്ചാണല്ലോ ഇതെടുക്കുന്നത്. ആ മേഖലയിലെ ജലം പൂർണ്ണമായിട്ടും മലിനമാകും. അപ്പോൾ പരിസ്ഥിതി ആഘാതം ഉണ്ടാകുമെന്നുള്ളത് ഒരു കാര്യം, ഒപ്പം അവിടുത്തെ കുടിവെള്ളത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ബുഷേറിന് നേരെ ഉണ്ടാകുന്ന ആക്രമണം ഒരു പക്ഷേ ആണവ ചോർച്ചയ്ക്കിടയാക്കാം, റേഡിയോ ആക്ടിവിറ്റിയുടെ പുറത്തേക്കുള്ള വ്യാപനത്തിനിടയാക്കാം, ശുദ്ധജല സ്രോതസ്സുകളെ കുടിവെള്ളത്തിനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിൽ അത് മലിനമാകാം. അങ്ങനെ സംഭവിച്ചാൽ ഇതിനെതിരെ ആദ്യം പ്രതികരിക്കുന്നത് റഷ്യയായിരിക്കും. കാരണം റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ബുഷേർ ആണവ കേന്ദ്രത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ആക്രമണവുമായിട്ട് വന്നാൽ പ്രത്യാക്രമണം നടത്താൻ റഷ്യ തയ്യാറാകും. സംശയമുണ്ടോ കാര്യത്തിൽ? ഇല്ല, തീർച്ചയായിട്ടും റഷ്യ ഇറാനെ അല്ലെങ്കിൽ തന്നെ സഹായിക്കാൻ കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുകയാണ്. റഷ്യ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ബുഷേറിനെ തൊട്ടാൻ പോയാൽ
റഷ്യയായിരിക്കും ഇറാനോടൊപ്പം നിന്ന് അമേരിക്കയും ഇസ്രായേലിനെയും നേരിടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് കടക്കും. കാരണം റഷ്യ എന്ന് പറയുന്നത് ഇറാനെ പോലെയല്ല, കുറച്ചുകൂടി ആയുധ ശേഖരണത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അമേരിക്കയ്ക്ക് പേടിയാണ് റഷ്യ. അപ്പോൾ അമേരിക്കയ്ക്ക് പേടിയായതുകൊണ്ടാണ് ഇസ്രായേൽ ബുഷേറിനെ തൊടുമോ എന്നുള്ള ഭയത്തിൽ പെട്ടെന്ന് കയറി ഇറാനെ അടിച്ചത്. കാരണം ഇസ്രായേൽ അത്തരത്തിലൊരു നീക്കത്തിന് കടക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ പോകുമ്പോൾ ഇന്ത്യക്ക് കൂടിയാണ് ഇത് പ്രശ്നം വരുന്നത്. GCC രാജ്യങ്ങളെ ഇത് ബാധിക്കുമ്പോൾ അവിടെ നിന്ന് ഇന്ത്യയിലെ പൗരന്മാരെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അത് തിരിച്ചടി കിട്ടാൻ പോകുന്നത് ഇന്ത്യക്കാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? അതെ, ഇപ്പൊ ഈ അമേരിക്ക ആക്രമണം നടത്തി തുടങ്ങി. ഇപ്പൊ നദാൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രം, അതായത് യുറേനിയം സമ്പുഷ്ടീകരണത്തിനൊക്കെ കേന്ദ്രം. ഒപ്പം തന്നെ സെൻട്രിഫ്യൂജൽ വർക്ക്ഷോപ്പ് അവിടെയാണ് ഉള്ളത്. ഇനി ഇസ്ഫഹാറിന്റെ കാര്യം എടുത്താൽ അവിടെയാണ് ഇതിന്റെ ലബോറട്ടറി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഹെവി വാട്ടർ റിയാക്ടർ അതിനടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായിട്ട് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങുന്നത് ഈ പറയുന്ന ബുഷേറിലാണ്. അതുകൊണ്ട് തന്നെ ബുഷേറിന് വലിയ പ്രൊട്ടക്ഷൻ റഷ്യ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ലോക രാജ്യങ്ങളുടെ കണ്ണിൽ നിന്ന് ഈ ബുഷേറിനെ മാറ്റി നിർത്തിയത്. മാത്രവുമല്ല, ഗൾഫ് രാജ്യങ്ങളുടെ സമീപത്തുള്ള ഇറാൻ്റെ ഗൾഫ് തീരത്തുള്ള ഈ ആണവ കേന്ദ്രം അത്രയധികം ശ്രദ്ധിക്കപ്പെടാതിരിക്കണമെന്നും ഏതെങ്കിലും തരത്തിൽ ഈ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ അയത്തുള്ള അലി ഖമനേയി പോലും പറഞ്ഞേക്കുന്നു, ബഹ്റൈനിലുള്ള അമേരിക്കയുടെ ആണവ അമേരിക്കയുടെ നേവി, അവരുടെ കപ്പലൊക്കെ വന്നിട്ട് നേവി ആക്രമിച്ച് തകർക്കണം. ഇതിനൊരു നമ്മൾ വളരെ കണക്ട് ചെയ്ത് നോക്കണം. കാരണം ബഹ്റൈനിൽ നിന്ന് വ്യോമമാർഗം 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ബുഷേറിലെത്താം. അപ്പോൾ അമേരിക്കയെ പ്രകോപിപ്പിക്കാനായിട്ട് ഇറാൻ ബഹ്റൈനിൽ പോയി അവിടുത്തെ നേവിയെ അറ്റാക്ക് ചെയ്താൽ അമേരിക്ക സ്വാഭാവികമായും തിരിച്ചടിക്കും. മാത്രമല്ല, ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് എയർബേസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ സൈനിക താവളങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ കുവൈറ്റിലുണ്ട്, സൗദിയിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റിലുണ്ട്. ഈ രാജ്യങ്ങളിലെ ഈ പട്ടാള ക്യാമ്പുകൾക്ക് നേരെ ഇവർ ഒരു ആക്രമണം നടത്തും. ഇറാൻ ആക്രമണം നടത്താം, അവസാന ഘട്ടം. അങ്ങനെ ആക്രമണം നടത്തിയാൽ അമേരിക്ക തിരിച്ചടിക്കും. ഈ സമയം കൊണ്ട് ഇസ്രായേൽ ബുഷേറിനെ കയറി ആക്രമിച്ചാൽ റഷ്യ അറ്റാക്കിനായിട്ട് വരും. എന്ന് പറഞ്ഞാൽ നേരിട്ട് റഷ്യ ആക്രമണ രംഗത്തേക്ക് വരുന്നു. അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകും. എന്തിനും ഇന്ത്യക്ക് പോലും വ്യാപാര ബന്ധങ്ങളുള്ള, ഇന്ത്യക്ക് പോലും ഈ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നല്ല റിലേഷനുള്ള ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇത് ബാധകമാകും. അപ്പോൾ ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തെ പോലും ബാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ഒരു ആണവ കേന്ദ്രത്തെ ഇസ്രായേൽ ആക്രമിച്ചാൽ അല്ലെങ്കിൽ അമേരിക്ക ആക്രമിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഗൾഫ് രാജ്യങ്ങൾക്ക്, ഇന്ത്യക്ക്, റഷ്യക്ക്, അപ്പം ആഘാതം എത്ര വലുതാ. അപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്ന് മറ്റു രാജ്യങ്ങൾ ആശങ്കപ്പെട്ടാൽ ഒരു കുറ്റവും നമുക്ക് പറയാൻ പറ്റില്ല. പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ ഇറാനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് അമേരിക്കയുടെ ഈ അത് അവരെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവരിപ്പോൾ തിരിച്ചടിക്കേണ്ടത്. ഇപ്പോൾ ജെറുസലേം, ഇസ്രായേലിൻ്റെ ടെല്ലവീവ്, അങ്ങനെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഇറാൻ ഉണ്ടാക്കുന്നു എന്നുള്ള വിവരങ്ങൾ സൈറൻ മുഴങ്ങുന്നു. അവിടെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നു എന്നൊക്കെയുള്ള ജനങ്ങളോട് ഒളിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്ര വലിയ ഇനി ഇറാന്റെ തിരിച്ചടി എങ്ങനെ ആയിരിക്കും എന്നുള്ളതും ആശങ്കയോടെ കാണേണ്ടത്. അതിനിടയ്ക്കാണ് ഈ ബുഷ്കേറിന്റെ കാര്യം പുറത്തു വരുന്നത്. സത്യത്തിൽ യുദ്ധം നടക്കുന്നത് ഇസ്രായേലിലും ഇറാനിലും ആണെങ്കിൽ പോലും ആശങ്കകൾ മുഴുവൻ ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ ഇരിക്കുന്നവർക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലേ? ശരിക്കും പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫ് രാജ്യത്തെ ഈ ബുഷ്കേർ എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. ഇതിപ്പോൾ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. റഷ്യയുടെ നിയന്ത്രണത്തിലായതുകൊണ്ടാണ് സംശയം തോന്നാതിരുന്നത്. അപ്പോൾ നദാൻസിനെ, ഫൊർദോയെ, ഇസ്ഫഹാനെയൊക്കെ ആക്രമിച്ച സാഹചര്യത്തിൽ ഈ ബുഷ്കേറിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.